ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് 2019 റിലീസ് ചെയ്ത 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന സ്റ്റോറിയുടെ എക്സ്പ്ലനേഷൻ ആണ്. കഥയുടെ ക്ലൈമാക്സിൽ മനുഷ്യരുടെ യഥാർത്ഥ ജീവിതത്തിലും ഇങ്ങനെയാണോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവും. ക്ലൈമാക്സിൽ ഒരു വലിയ ട്വിസ്റ്റ് എല്ലാം നമുക്ക് കാണാനാവും. സ്റ്റോറിയുടെ വൺ ലൈൻ എന്താണെന്നാൽ, മനുഷ്യരുടെ പ്രവൃത്തികൾ കാരണം നമ്മുടെ ഭൂമി നശിക്കാനായി ആരംഭിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഭൂമി മാറുന്നു. മനുഷ്യരുടെ മുമ്പിലുള്ള ഒരേ ഒരു വഴി എന്താണെന്നാൽ ഭൂമിയുടെ അടുത്തുള്ള ചൊവ്വയിലേക്ക് കുടിയേറുക എന്നതാണ്. ചൊവ്വാഗ്രഹം വാസയോഗ്യമാണോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടം ആളുകൾ ചൊവ്വയിലേക്ക് പോകുന്നതും അവർക്ക് എന്താണ് സംഭവിച്ചതെന്നും അവർ അവിടെ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും അവരെ കാത്തുകൊണ്ടിരുന്ന ആ ട്വിസ്റ്റ് എന്താണ്, ഇതൊക്കെയാണ് സ്റ്റോറിയിൽ കാണിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണൂ. യു ആർ വാച്ചിങ് എക്സ്പ്ലനേഷൻ ഫയൽസ്. കഥ തുടങ്ങുന്നത് ഫ്യൂച്ചറിലുള്ള ഭൂമിയെ കാണിച്ചുകൊണ്ടാണ്. മനുഷ്യൻ അവർക്ക് കഴിയുന്നതിന്റെ മാക്സിമം ഭൂമിയെ മലിനപ്പെടുത്തി കഴിഞ്ഞിരുന്നു. മനുഷ്യന്റെ ഇത്തരം പ്രവൃത്തികൾ കാരണം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും നശിക്കാൻ പോവുകയാണ്. ഭൂമി വാസയോഗ്യമല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇതുകൂടാതെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ കാരണവും ഭൂമി ഒരുപാട് മലിനപ്പെടുന്നു. ഇത് കാരണത്താൽ മനുഷ്യർ ഭൂമിയിൽ നിന്നും മറ്റൊരു ഗ്രഹത്തിലേക്ക് കുടിയേറാൻ തീരുമാനിക്കുന്നു. ഭൂമിയുടെ അടുത്തുള്ള ചൊവ്വാഗ്രഹമാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. അതിനുവേണ്ടിയുള്ള പരീക്ഷണങ്ങളാണ് ഇപ്പോൾ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 4 വർഷം സമയമെടുത്ത് മനുഷ്യരൊരു സ്പേസ് ഷിപ്പ് നിർമ്മിക്കുന്നു. ചൊവ്വയിലേക്ക് പോവാൻ തയ്യാറായി നിൽക്കുകയാണ് സ്പേസ് ഷിപ്പ്. റേഡിയേഷനുകളും മറ്റും തടയാനായി പ്രത്യേക സംവിധാനങ്ങൾ സ്പേസ് ഷിപ്പിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഗ്ലാസ് വരുന്ന ഭാഗങ്ങളിൽ റേഡിയേഷൻ കൂടുതലായി ഉണ്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഗ്ലാസ് മുഴുവൻ പൊതിയുന്നത് പോലെ ഒരു ലെയറും സെറ്റ് ചെയ്തു വെച്ചിരുന്നു. സ്പേസ് ഷിപ്പിൽ 5 ആളുകൾ അടങ്ങുന്ന ക്രൂ ആണ് ചൊവ്വയിലേക്ക് പോകുന്നത്. ഇവളാണ് അലക്സ. ഈ മിഷന്റെയും സ്പേസ് ഷിപ്പിന്റെയും കമാൻഡർ അലക്സയാണ്. ഇവനാണ് കേസി. ഷിപ്പിന്റെ കോ പൈലറ്റ് കേസിയാണ്. ഇവർ രണ്ടുപേരുമാണ് സ്പേസ് ഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്നതും അതിനെ ചൊവ്വയിലേക്ക് കൊണ്ടുപോകുന്നതും. സ്പേസ് ഷിപ്പിന്റെ മെക്കാനിക് പരമായ കാര്യങ്ങളും മറ്റു പ്രശ്നങ്ങളും പരിഹരിക്കാനായി റേ എന്ന ഒരു പേരിൽ എഞ്ചിനീയറും സ്പേസ് ഷിപ്പിലുണ്ട്. സ്പേസ് ഷിപ്പിലുള്ള മറ്റൊരാളാണ് കാതറിൻ. ഷിപ്പിലുള്ള എല്ലാവരുടെയും ഹെൽത്ത് പരമായ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് കാതറിനാണ്. ക്രൂയിലുള്ള ഏറ്റവും അവസാനത്തെയും മാർസ് മിഷന്റെ സ്പെഷ്യലിസ്റ്റുമായ ജെറി എന്ന ആളും ഷിപ്പിലുണ്ട്. ഇവർ 5 പേരും കൂടിയാണ് ചൊവ്വയിലേക്ക് പോകുന്നത്. ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാനായി ടീന എന്ന പേരിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ആ സ്പേസ് ഷിപ്പിൽ ഉണ്ടായിരുന്നു. എല്ലാവരും സ്പേസ് ഷിപ്പിന്റെ ലോഞ്ചിന് വേണ്ടി തയ്യാറാവുകയാണ്. ഗ്ലാസ് ഉള്ള ഭാഗങ്ങളെല്ലാം പ്രൊട്ടക്റ്റീവ് ലെയർ ഉപയോഗിച്ച് മറയ്ക്കുന്നു. ലോഞ്ച് ആവാൻ ഇനി 9 മിനിറ്റുകൾ കൂടിയാണുള്ളത്. ഗായ്സ്, എല്ലാവരും റെഡിയല്ലേ എന്ന് റേഡിയോ വഴി ബേസിൽ നിന്നും അവർക്കൊരു വോയിസ് കേൾക്കുന്നു. എല്ലാവരും റെഡിയാണ് സാർ എന്ന് അലക്സ അതിന് മറുപടിയും നൽകുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടീന അവർക്ക് വേണ്ടി ഒരു സോങ്ങും പ്ലേ ചെയ്യുന്നു. എല്ലാവരും സന്തോഷത്തോടെ ലോഞ്ചിന് വേണ്ടി തയ്യാറായി ഇരിക്കുകയാണ്. പെട്ടെന്ന് റേഡിയോ വഴി അവർക്കൊരു ഇൻഫോർമേഷൻ ലഭിക്കുന്നു. വേൾഡ് വാർ സ്റ്റാർട്ടായി എന്നും നോർത്ത് കൊറിയ അമേരിക്കയിൽ ന്യൂക്ലിയർ മിസൈൽസ് വിക്ഷേപിക്കുകയും ഓൾറെഡി ലോസ് ഏഞ്ചൽസ് പോലുള്ള നഗരങ്ങൾ ഇതുമൂലം നശിച്ചു എന്നുമായിരുന്നു ആ ഇൻഫോർമേഷൻ. അടുത്ത മിസൈൽ ഇവർ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന സ്ഥലത്താണ് വീഴാൻ പോകുന്നത്. ഇനിയും 20 മിനിറ്റിനുള്ളിൽ ആ മിസൈൽ ആ പ്രദേശത്തെ ഇല്ലാതാക്കും എന്ന് പറയുമ്പോൾ സ്പേസ് ഷിപ്പിലുള്ള കമാൻഡർക്കും ക്രൂ മെമ്പേഴ്സിനും എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഈ സമയം ചൊവ്വ മിഷൻ ക്യാൻസൽ ആയെന്നും സ്പേസ് ഷിപ്പിൽ നിന്നും എത്രയും വേഗം പുറത്തു വരാനും താഴെ ബേസിൽ നിന്നും അവർക്ക് മെസ്സേജ് വരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ കമാൻഡർ അലക്സ ബാക്കി ക്രൂ മെമ്പേഴ്സിനോട് അഭിപ്രായം ചോദിക്കുന്നു. കഴിഞ്ഞ 4 വർഷമായി നമ്മുടെ കഷ്ടപ്പാടും അധ്വാനവുമാണ് ഈ മിഷൻ. എങ്ങനെയാണ് ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം ഇട്ടിട്ട് പോവാനാവുക? അതുമാത്രമല്ല 20 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്തായാലും അധികം ദൂരം പോവാനാവില്ല. ഉറപ്പായും ന്യൂക്ലിയർ അറ്റാക്കിൽപ്പെട്ട് നമ്മൾ മരണപ്പെടും. എങ്ങനെയെങ്കിലും സ്പേസ് ഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ചൊവ്വയിലേക്ക് പോവാം എന്ന് പറയുമ്പോൾ കമാൻഡർക്കും അതാണ് ശരിയെന്ന് തോന്നുന്നു. എന്നാൽ അവർക്കത് സ്റ്റാർട്ട് ചെയ്യാനാവില്ല. അതിനുള്ളിൽ ഫെസിലിറ്റി താഴെ ബേസിലാണ് ഉള്ളത്. സാർ, ഞങ്ങളിപ്പോൾ ഇതെല്ലാം വിട്ട് താഴെ വന്നാലും ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. ഒരുപാട് കോടി പണം നമ്മൾ ചിലവഴിച്ചതും ഇത്രയും വർഷം നമ്മൾ പ്രയത്നിച്ചതും ഇതിനു വേണ്ടിയല്ലേ. സ്പേസ് ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു വിടൂ, ഈ മിഷൻ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുകയാണ് കമാൻഡർ അലക്സ. ഇത് കേട്ട ബേസിലുള്ളവർ അത് അനുസരിക്കുകയും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആവുന്നു. സ്പേസ് ഷിപ്പ് സ്റ്റാർട്ട് ആവുകയും മുകളിലേക്ക് ഉയരാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. ഗ്ലാസ് ഏരിയ മുഴുവൻ പ്രൊട്ടക്റ്റീവ് ലെയർ ഉപയോഗിച്ച് മറയ്ക്കുന്നതിനാൽ ഇവർക്ക് ക്യാമറയിലൂടെ മാത്രമേ പുറത്ത് നടക്കുന്നത് കാണാനാവൂ. കുറച്ച് സമയത്തിന് ശേഷം സ്പേസ് ഷിപ്പ് ഭൂമിയുടെ ഗ്രാവിറ്റിയും കടന്ന് സേഫ് ആയ സ്ഥലത്ത് എത്തിച്ചേരുന്നു.
കമാൻഡർ അലക്സ ഭൂമിയിലെ ബേസിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്താണെന്നാൽ ആ മിസൈൽ അവിടെ അറ്റാക്ക് ചെയ്തോ എന്താണ് സംഭവിച്ചത് എന്നെല്ലാം അറിയാൻ വേണ്ടിയായിരുന്നു അത്. എന്നാൽ അവർക്കൊരു മറുപടിയും ബേസിൽ നിന്നും വരുന്നില്ല. സോ അവർ പബ്ലിക് റേഡിയോ സിഗ്നൽസ് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നോർത്ത് കൊറിയയുടെ മിസൈൽ അമേരിക്കയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും നശിപ്പിച്ചുവെന്നും ലക്ഷക്കണക്കിന് ആളുകൾ ഇതിൽ മരണപ്പെട്ടു എന്നും അവർ അറിയുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ക്രൂ മെമ്പേഴ്സ് മുഴുവൻ വിഷമിക്കുകയും കരയുകയും ചെയ്യുന്നു. എന്താണെന്നാൽ അവരുടെ ഫാമിലിയും ഈ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ടാവുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. ഇത് കേൾക്കുന്ന കമാൻഡർ ടീന റേഡിയോ ഓഫ് ചെയ്യൂ എന്ന് പറയുന്നു. എല്ലാവർക്കും ഭൂമിയെ കാണണം എന്നുണ്ടെങ്കിലും ഗ്ലാസ് എല്ലാം പ്രൊട്ടക്റ്റീവ് ലെയർ ഉപയോഗിച്ച് മറിച്ചിരുന്നതിനാൽ അവർക്കതിന് സാധിക്കുന്നില്ല. കമാൻഡർ അലക്സ പ്രൊട്ടക്റ്റീവ് ലെയർ ഓപ്പൺ ചെയ്യാൻ നിൽക്കുമ്പോൾ ഓപ്പൺ ചെയ്തിട്ടും കാര്യമില്ല, നമ്മുടെ മനസ്സിലുള്ള ഭൂമി ഇനി കാണാനാവില്ല എന്ന് പറയുകയാണ് മറ്റുള്ളവർ. തിരിച്ചു ഭൂമിയിലേക്ക് തന്നെ പോവാമെന്ന് ആലോചിക്കുകയാണ് അവർ. കോപൈലറ്റ് കേസി പറയുന്നത് എന്താണെന്നാൽ കടലിന്റെ നടുവിൽ ലാൻഡ് ചെയ്താൽ അവർക്ക് സേഫ് ആയിരിക്കാം എന്നാണ്. എന്നാൽ ഇതെല്ലാം കേട്ട ചൊവ്വ മിഷന്റെ സ്പെഷ്യലിസ്റ്റായ ജെറി ഒരു കാര്യം പറയുകയാണ്. സയന്റിസ്റ്റുകളുടെ ഒരു തിയറിയായ ഫെർമി പാരഡോക്സ് എന്നത് ശരിയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഈ യൂണിവേഴ്സിൽ മനുഷ്യനെ പോലെ ഒരുപാട് ജീവികൾ പല പ്ലാനറ്റിലും ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ അവരൊന്നും നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണത്? അതിന് കാരണം എന്തെന്നാൽ ആ ജീവികൾ മറ്റു പ്ലാനറ്റുകളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അവർക്കിടയിൽ നടക്കുന്ന യുദ്ധങ്ങളും മറ്റും കാരണം നശിച്ചു പോയതാകാം. സോ അതുപോലെയാണ് മനുഷ്യരായ നമ്മളും യുദ്ധങ്ങളും മറ്റും ആരംഭിക്കുകയും ഇപ്പോൾ ന്യൂക്ലിയർ വാർ വരെ ആരംഭിച്ചിരിക്കുന്നു. അതിൽ നിന്നും ഭൂമിയിലുള്ളവർക്ക് രക്ഷപ്പെടാനാവില്ല എന്ന് പറയുകയാണ് ജെറി. എന്നാൽ ആ ന്യൂക്ലിയർ വാറിൽ നിന്നും രക്ഷപ്പെട്ട ഈ 5 പേർ ഇപ്പോൾ സ്പേസിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ചൊവ്വയിലേക്ക് പോയാൽ ഇവർക്ക് അവിടെ ഒരു കോളനി നിർമ്മിക്കാനാവും, ഇവർക്ക് അവിടെ ജീവിക്കുകയും ചെയ്യാം. സോ കമാൻഡർ അലക്സിയും അതുതന്നെയാണ് പറയുന്നത്. അങ്ങനെ അവർ ചൊവ്വയിലേക്ക് പോവാനായി തയ്യാറാവുന്നു. എന്നാൽ ചൊവ്വയിലേക്ക് എത്താൻ ഇവർക്ക് കുറഞ്ഞത് 9-10 മാസം സമയമെടുക്കും. അത് മാത്രമല്ല, ഇപ്പോൾ ഇവരുടെ സ്പേസ്ഷിപ്പിനുള്ളിൽ 0 ഗ്രാവിറ്റി ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അതിനുള്ളിൽ സ്റ്റേബിളായി നിൽക്കാനാവില്ല. അതുകൊണ്ട് റൊട്ടേഷണൽ ഗ്രാവിറ്റി ഉപയോഗിച്ച് ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാവിറ്റി സ്പേസ്ഷിപ്പിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്നു. ഇപ്പോൾ ഇവർക്കെല്ലാം സ്റ്റേബിളായി സ്പേസ്ഷിപ്പിനുള്ളിൽ നിൽക്കാനും നടക്കാനും സാധിക്കും. റൊട്ടേഷണൽ ഗ്രാവിറ്റി ഓൺ ചെയ്ത ശേഷം സ്പേസ് സ്യൂട്ട് എല്ലാം അഴിച്ചുമാറ്റി അവരെല്ലാവരും റെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോകുന്നു. ഇനിയും 211 ദിവസങ്ങൾ എടുക്കും അവർ ചൊവ്വയിലെത്താൻ. ക്രൂയിലുള്ള എഞ്ചിനീയർ റേ എന്ന ലേഡി ഭൂമിയിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. റിംഗ് ആവുന്നുണ്ടെങ്കിലും ആരും മറുപടി തരുന്നില്ല. ഇത് കാണുന്ന കോപൈലറ്റ് കേസി എന്താണ് പറയുന്നതെന്നാൽ ന്യൂക്ലിയർ ബോംബ് സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും വരുന്ന ന്യൂട്രോൺ ബേസ്റ്റിന്റെ റേഡിയേഷൻ മനുഷ്യന് താങ്ങാനാവില്ല. തീർച്ചയായും മനുഷ്യൻ നശിച്ചു പോവും. എന്നാൽ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കളിൽ അത് അത്രയധികം എഫക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് ഫോൺ റിംഗ് ആവുന്നത് എന്ന് പറയുകയാണ്. ഈ സമയം അവിടെ എത്തിയ കമാൻഡർ ഇനി മുതൽ ആരും ഭൂമിയിലേക്ക് കോൾ ചെയ്യരുതെന്നും അത് നമ്മളിൽ കൂടുതൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും നമ്മുടെ മിഷൻ ചൊവ്വയിലേക്ക് പോവുക എന്നതാണ്. അതുകൊണ്ട് ടീന, ഇനി മുതൽ ആരെങ്കിലും ഭൂമിയിലേക്ക് കോൾ ചെയ്യാൻ ശ്രമിച്ചാൽ കണക്ട് ചെയ്യരുതെന്ന് ടീന എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് പറയുന്നു. ഇത് കേട്ട ടീന എന്ന AI ഭൂമിയിലേക്കുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസും കട്ട് ചെയ്യുന്നു. ദിവസങ്ങൾ വീണ്ടും കടന്നു പോകുന്നു. ചൊവ്വയിലേക്ക് എത്താൻ ഇനിയും 201 ദിവസങ്ങൾ ബാക്കി നിൽക്കുകയാണ്. കമാൻഡറും മറ്റു ക്രൂ മെമ്പേഴ്സും അവരുടെ ശരീരം ഫിറ്റായിരിക്കാൻ വേണ്ടി നല്ലവണ്ണം വ്യായാമം ചെയ്യുകയാണ്. എന്താണെന്നാൽ സ്പേസ് ഷിപ്പിലുള്ളത് ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാവിറ്റി ആയതിനാൽ മസിൽസ് എല്ലാം സ്ട്രോങ് ആയി വെക്കണം, അല്ലെങ്കിൽ ശരീരത്തിലെ എല്ലുകൾക്ക് പെട്ടെന്ന് തന്നെ കേടുപാടുകൾ സംഭവിക്കും. ചൊവ്വയിലേക്ക് എത്താൻ ഇനി 189 ദിവസങ്ങളാണുള്ളത്. നമ്മുടെ കേസി സ്പേസ് ഷിപ്പിലുള്ള സർക്യൂട്ടുകളെല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ചെക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ ഡിവൈസിൽ ഒരു ഗ്ലിച്ച് സംഭവിക്കുകയും എന്തോ ഒരു രൂപം സ്ക്രീനിൽ തെളിയുകയും ചെയ്യുന്നു. അത് എന്താണെന്ന് കേസിക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ അയാളിത് ആരോടും പറയുന്നില്ല. ഇനിയും ചൊവ്വയിലെത്താൻ 188 ദിവസങ്ങളാണ് ഉള്ളത്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആവുന്നു. ടീന ലൈറ്റ് ഓൺ ചെയ്യൂ എന്ന് അവർ പറയുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് ലൈറ്റ് മുഴുവൻ ഓൺ ആവുന്നു. ടീനയെ അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായി എന്ന് തോന്നുന്നു. ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ടീനയെ അപ്ഗ്രേഡ് ചെയ്യാമായിരുന്നു. എന്നാൽ അവിടെ ഇനി ആരും ജീവനോടെ ഇല്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ കമാൻഡർ അലക്സ ആരോടും പറയാതെ അവളുടെ വീട്ടിലേക്ക് കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. റിംഗ് ആവുന്നുണ്ടെങ്കിലും ആരും അറ്റൻഡ് ചെയ്യുന്നില്ല. അവളും ഒരുപാട് വിഷമത്തിലായിരുന്നു. ഒരു ദിവസം ക്രൂയിലുള്ള റേയും ജെറിയും റിലേഷനിലാണെന്ന് മനസ്സിലാക്കുന്ന കമാൻഡർ അലക്സ
നമ്മുടെ ലക്ഷ്യം ചൊവ്വ മിഷൻ ആണെന്നും അതിൽ മാത്രം ഫോക്കസ് ചെയ്യാനും പറഞ്ഞ് അവരെ ശകാരിച്ചു വിടുന്നു. അങ്ങനെ ചൊവ്വയിലേക്കുള്ള ദൂരം ഏകദേശം പകുതിയോളം അവർ കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഉറങ്ങാൻ കിടക്കുന്ന കമാൻഡർ വളരെ വിഷമത്തിലിരിക്കുന്നത് കാണുന്ന കാതറിൻ അവിടെ വരികയും കമാൻഡർ നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. ഓരോ ദിവസവും ഉറങ്ങി എണീക്കുമ്പോൾ ഇപ്പോൾ നടക്കുന്നതെല്ലാം ഒരു ദുസ്വപ്നമായിരിക്കണേ എന്ന പ്രാർത്ഥനയിലാണ് എണീക്കുന്നത്. നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരും മരണപ്പെട്ടിരിക്കുന്നു. എന്നാൽ നമ്മൾ എങ്ങോട്ടാണെന്ന് പോലും അറിയാതെ സ്പേസിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുകയാണ് കമാൻഡർ. നിങ്ങൾ ഒരിക്കലും തനിച്ചാവില്ല, നിങ്ങളുടെ കൂടെ ഞങ്ങളുമുണ്ട്, കാരണം നിങ്ങളാണ് ഞങ്ങളുടെ കമാൻഡർ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കാതറിൻ. അതെ, ഞാൻ കമാൻഡറാണ്, പക്ഷേ എന്തിന്? ഇപ്പോൾ നമ്മൾ പോകുന്ന ചൊവ്വ മിഷൻ പോലും ശരിയായി അവസാനിക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് എല്ലാ ഹോപ്പും അവസാനിച്ച പോലെ പറയുകയാണ് കമാൻഡർ. ഇതെല്ലാം കേട്ട് മറ്റ് ക്രൂ മെമ്പേഴ്സും അവിടെ വിഷമിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. സോ ചൊവ്വയിലെത്താൻ ഇനിയും 115 ദിവസങ്ങളാണുള്ളത്. റേ എന്ന ആ ലേഡി കമാൻഡർ പറയുന്നത് കേൾക്കാതെ ഭൂമിയിലേക്ക് കോൾ ചെയ്ത് മറുപടിയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയ ജെറി, നീ എന്താണ് ചെയ്യുന്നത്? കമാൻഡർ ഭൂമിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുതെന്നല്ലേ പറഞ്ഞിരുന്നത്? അതുമാത്രമല്ല, നിനക്ക് റിപ്ലൈ തരാൻ ഇനി ഭൂമിയിൽ ആരും ബാക്കിയില്ല, അത് മനസ്സിലാക്ക് എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവാൻ നിൽക്കുകയാണ്. പെട്ടെന്ന് ഇവർക്കൊരു സിഗ്നൽ ലഭിക്കുന്നു. അതിൽ ഭൂമിയിലുള്ള ആരോ സംസാരിക്കുന്നത് അവർ കേൾക്കുന്നു. പെട്ടെന്ന് തന്നെ ഇവരും സംസാരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ തിരിച്ചുമുട്ടും സംബന്ധമില്ലാത്ത മറുപടികളാണ് വരുന്നത്. പെട്ടെന്നൊരു ഏടെല്ലാം കേൾക്കുന്നു. അപ്പോഴാണ് കേസിക്ക് കാര്യം മനസ്സിലാകുന്നത്. ഇത് 70 വർഷം മുമ്പ് സംപ്രേഷണം ചെയ്ത TV ഷോ ആണ്. അതിൻ്റെ റേഡിയോ സിഗ്നൽ സ്പേസിലുള്ള ഏതോ വസ്തുവിൽ തട്ടി തിരിച്ചു വന്നിരിക്കുകയാണ്. അതാണ് ഇവർ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേസി. ഈ കാര്യങ്ങളെല്ലാം കണ്ട് അവർ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. ഭൂമിയിൽ ഇനി ജീവനോടെ ആരും ഉണ്ടാകില്ല എന്നത്. എന്താണെന്നാൽ സാധാരണ യുദ്ധമാണെങ്കിൽ ആളുകൾ ജീവനോടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ന്യൂക്ലിയർ വാർ ആരംഭിച്ചതിൽ അതിൽ ഒന്നും തന്നെ അവശേഷിക്കില്ല. തീർച്ചയായും ഭൂമി നശിക്കും. എല്ലാവരും വിഷമത്തോടെ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കോ പൈലറ്റ് കേസി എന്താണ് ചെയ്യുന്നതെന്നാൽ ബാത്റൂമിൽ പോയി അവിടെയുള്ള ഗ്യാസ്കറ്റിനുള്ളിൽ കൈയിട്ട ശേഷം കയ്യിൽ എന്തെങ്കിലും പറ്റിപ്പിടിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ഡയറി പോലെ ഒരു നോട്ടിൽ അയാൾ കുറിച്ചിടുന്നു. ആ സീൻ അവിടെ കട്ടാവുന്നു. ഇതിനിടയിൽ കമാൻഡറുടെ ബർത്ത്ഡേ അവരെല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം അവരെല്ലാം ചിരിച്ചു സന്തോഷിക്കുന്നു. എന്നാൽ പെട്ടെന്ന് കാതറിൻ ഉറക്കെ കരയാൻ ആരംഭിക്കുന്നു. എന്താണെന്നാൽ സന്തോഷത്തിൽ ഇരിക്കുന്നത് പോലെ അഭിനയിക്കാൻ മാത്രമേ അവൾക്ക് കഴിയുന്നുള്ളൂ. ശരിക്കും സന്തോഷമായിരിക്കാൻ അവൾക്ക് കഴിയുന്നില്ല. കാതറിന്റെ അവസ്ഥ കണ്ട് എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഈ സമയം കേസി അവരോടെല്ലാം ഒരു കാര്യം തുറന്നു പറയുന്നു. ആക്ച്വലി നമ്മളാരും അപകടത്തിലല്ല. ഭൂമിയിൽ അങ്ങനെ ഒരു ന്യൂക്ലിയർ വാർ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം നോർമലാണ്. വേറെ ഒരു കാര്യം നിങ്ങൾക്കറിയുമോ? നമ്മൾ ആരും ഇപ്പോൾ സ്പേസിലല്ല ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഭൂമിയിൽ തന്നെയാണ് ഉള്ളത്. ഇതുവരെയും നമ്മുടെ സ്പേസ് ഷിപ്പിൽ ഭൂമിയിൽ നിന്നും പോയിട്ടില്ല. സോ ഇതെല്ലാം ഒരു സ്റ്റിമുലേഷൻ മാത്രമാണ്. നമ്മളെ ഉപയോഗിച്ച് ആരൊക്കെയോ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാകാതെ നമ്മൾ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ് കേസി. എന്നാൽ പെട്ടെന്ന് തന്നെ സ്പേസ് ഷിപ്പിനുള്ളിൽ അലേർട്ട് സൗണ്ട് കേൾക്കാൻ ആരംഭിക്കുന്നു. എന്താണെന്നാൽ സൂര്യനിൽ നിന്നും ഒരു വലിയ സോളാർ ഫ്ലയർ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സോളാർ ഫ്ലയറിൽ ഡയറക്റ്റായി സ്പേസ് ഷിപ്പ് പെട്ടുപോയാൽ എല്ലാം തകർന്നു പോകും. എന്നാൽ ഫ്ലയർ ഏൽക്കാത്ത രീതിയിൽ സ്പേസ് ഷിപ്പിനെ നിർത്തിയാൽ ഇവർക്ക് രക്ഷപ്പെടാനാവും എന്ന് പറയുകയാണ് കമാൻഡർ. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചൂട് ഇവർക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. അതുകൊണ്ട് ഇവരെല്ലാവരും മെയിൻ ക്യാബിനുള്ളിൽ തന്നെ ഇരിക്കണം. കാരണം അതിനുള്ളിൽ ചൂടധികം കടന്നു വരില്ല. കമാൻഡറും മറ്റു ആളുകളും പെട്ടെന്ന് തന്നെ സ്പേസ് ഷിപ്പിന്റെ പൊസിഷൻ മാറ്റാൻ വേണ്ടി തയ്യാറാവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം ഒരു പരീക്ഷണമാണെന്ന്. ചൊവ്വ മിഷനിൽ ഓരോ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴും നമ്മൾ എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണത് സോൾവ് ചെയ്യുന്നത് എന്നെല്ലാം മനസ്സിലാക്കാൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഈ പരീക്ഷണങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പോലും അവർ കേൾക്കുന്നുണ്ടാവും എന്ന് പറയുകയാണ് കേസി. ഭൂമിയിൽ നിന്നും സ്പേസ് ഷിപ്പ് ഉയരുന്നത് നമ്മൾ ക്യാമറയിലൂടെ മാത്രമാണ് കണ്ടത്. നേരിട്ട് കാണാമെന്ന് വെച്ചാൽ ഗ്ലാസ് എല്ലാം പ്രൊട്ടക്റ്റീവ് ലെയർ ഉപയോഗിച്ച് മറച്ചിരുന്നില്ലേ? അതെല്ലാം മറിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളോട് ന്യൂക്ലിയർ വാർ സ്റ്റാർട്ടായി എന്നെല്ലാം പറയുന്നത്. സോ ഇതെല്ലാം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്ലാനാണ് എന്ന് മറ്റുള്ളവരോട് പറയുകയാണ് കേസി. ഇതെല്ലാം കേട്ട മറ്റു ക്രൂ മെമ്പേഴ്സിനും ഒരു നിമിഷം ഇതെല്ലാം ശരിയാണോ എന്ന് സംശയിക്കുന്നു. എന്നാൽ ഇപ്പോൾ സൺഫ്ലയറിൽ നിന്നും രക്ഷപ്പെടുക എന്നതാണ് വലിയ കാര്യം. അതുകൊണ്ട് അവർ ജോലികൾ ചെയ്തുകൊണ്ടാണ് കേസി പറയുന്നതെല്ലാം ശ്രദ്ധിക്കുന്നത്. ഗായ്സ്, ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം.
ഇതെല്ലാം ഒരു പരീക്ഷണം മാത്രമാണ് എന്ന് എനിക്ക് തെളിയിക്കാനാവും. ശരിക്കും നമ്മൾ സ്പേസിലാണെങ്കിൽ ബാത്റൂമിലുള്ള ഗ്യാസ്കറ്റിൽ സ്പേസിലെ തണുപ്പ് കാരണം ഒരു ക്രിസ്റ്റൽ രൂപപ്പെടും. എന്നാൽ ഞാൻ 100 ദിവസം അവിടെ ചെക്ക് ചെയ്തിരുന്നു. അവിടെ ക്രിസ്റ്റൽ ഒന്നും തന്നെ രൂപപ്പെട്ടിട്ടില്ല. ഇതിനെല്ലാം അർത്ഥം എന്താണ്? നമ്മൾ സ്പേസിലല്ല, ഭൂമിയിൽ തന്നെയാണ് ഉള്ളത് എന്നാണ്. ഇതെല്ലാം ഒരു എക്സ്പെരിമെന്റ് മാത്രമാണ്. ഹലോ, ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ആദ്യം നിങ്ങൾ ഈ പരീക്ഷണം നിർത്തൂ എന്ന് വിളിച്ചു പറയുകയാണ് കേസി. ഇതെല്ലാം കേട്ട ഡോക്ടർ കാതറിൻ, നീ പറയുന്നതെല്ലാം ഞങ്ങൾ വിശ്വസിക്കാം. ആദ്യം നീ വന്ന് ക്യാബിനുള്ളിൽ കയറിയിരിക്കൂ. സോളാർ ഫ്ലെയറിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണമെന്ന് പറയുകയാണ്. ഞാൻ പറയുന്നതെല്ലാം വിശ്വസിക്കാമെന്ന് പറഞ്ഞിട്ടും സോളാർ ഫ്ലെയർ എന്ന് പറയുന്നു. ഇതെല്ലാം വെറുതെയാണെന്ന് ഞാൻ തെളിയിക്കാം എന്ന് പറഞ്ഞ് സേഫായ ക്യാബിനുള്ളിൽ നിന്നും പുറത്തു വന്ന അയാൾ പ്രൊട്ടക്റ്റീവ് ലെയറുകൾ ഓപ്പൺ ചെയ്യാൻ ഒരുങ്ങുന്നു. മറ്റു ആളുകളെല്ലാം മെയിൻ ക്യാബിനുള്ളിൽ ആണ് ഉള്ളത്. അവരെല്ലാവരും കേസിനോട് അകത്തേക്ക് വരാൻ പറഞ്ഞ് അലറി വിളിക്കുന്നു. എന്നാൽ ഇതെല്ലാം ഒരു പരീക്ഷണമാണ്, ഞാൻ തെളിയിക്കാമെന്ന് പറഞ്ഞ് അവൻ മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുന്നു. എന്നാൽ അവൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടെ വന്ന സോളാർ ഫ്ലെയറിൽ പെട്ട കേസി മരണപ്പെടുന്നു. അവന്റെ ശരീരം പോലും അവശേഷിക്കാതെ നശിച്ചു പോകുന്നു. കൂടാതെ സ്പേസ് ഷിപ്പിനുള്ളിലെ ആർട്ടിഫിഷ്യൽ ഗ്രാവിറ്റിയും നഷ്ടമാകുന്നു. കുറച്ച് സമയത്തിനു ശേഷം റൊട്ടേഷണൽ ഗ്രാവിറ്റിയെല്ലാം ശരിയാകുകയും അവിടെയെല്ലാം വൃത്തിയാക്കുകയും ചെയ്യുകയാണ് ക്രൂവിലുള്ള ബാക്കി 4 ആളുകൾ. ഇതിനിടയിൽ ഡോക്ടർ കാതറിന് കേസി പറഞ്ഞതെല്ലാം സത്യമായിരുന്നു എന്ന് സംശയം തോന്നുകയാണ്. കാതറിൻ പോയി ടോയ്ലറ്റിലെ ഗ്യാസ്കറ്റിൽ പരിശോധിക്കുകയാണ്. എന്നാൽ അവിടെ ക്രിസ്റ്റൽ രൂപപ്പെട്ടതായി കാണപ്പെടുന്നു. അപ്പോൾ ഇതിനെല്ലാം അർത്ഥം എന്താണ്? അവർ സ്പേസിൽ തന്നെയാണ് എന്നാണ്. ഇതൊന്നും മനസ്സിലാകാതെ കേസി മരണപ്പെട്ടല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കുകയാണ് മറ്റുള്ളവർ. എന്നാലും അവർക്ക് കേസി പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് സംശയം തോന്നുകയാണ്. അവൻ കണ്ടുപിടിച്ചത് കൊണ്ട് ഇപ്പോൾ അവിടെ ക്രിസ്റ്റൽ ഉണ്ടാക്കിയെടുത്തതാണോ? അങ്ങനെയെങ്കിൽ ഇതൊരു എക്സ്പെരിമെന്റ് ആവാൻ ചാൻസ് ഇല്ലേ എന്ന് ആലോചിക്കുകയാണ് അവർ. എന്തൊക്കെയായാലും നമുക്ക് തന്ന ജോലി ചെയ്ത് തീർക്കാമെന്ന് പറയുകയാണ് കമാൻഡർ അലക്സ. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അവർ ചൊവ്വയുടെ അടുത്തേക്ക് എത്തുകയാണ്. ഇപ്പോൾ അവർക്ക് ചൊവ്വ ഗ്രഹത്തെ കാണാൻ സാധിക്കും. പക്ഷേ അതുപോലും ഡയറക്റ്റ് അവർക്ക് കാണാൻ സാധിക്കില്ല. ക്യാമറയിലൂടെ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അതും അവരിൽ സംശയം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അവർ ചൊവ്വയിൽ ലാൻഡ് ചെയ്യാനായി പോവുകയാണ്. ഭൂമിയിൽ ലാൻഡ് ചെയ്യുന്ന അതേ സ്പീഡിൽ ഇവർക്ക് ചൊവ്വയിൽ ലാൻഡ് ചെയ്യാനാവില്ല. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള എല്ലാം സെറ്റ് ചെയ്ത ശേഷം അവർ ചൊവ്വയിൽ സക്സസ് ആയി ലാൻഡ് ചെയ്യുന്നു. എന്നാൽ ഇതുവരെ അവർ പ്രൊട്ടക്റ്റീവ് ലെയർ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. ഇപ്പോഴാണത് ഓപ്പൺ ചെയ്തു. ഡയറക്റ്റായി പുറത്തേക്ക് നോക്കാൻ പോകുന്നത്. ഒരു പക്ഷേ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതെല്ലാം എക്സ്പെരിമെന്റ് മാത്രമാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും. പ്രൊട്ടക്റ്റീവ് ലെയറുകൾ ഓപ്പൺ ആവുന്നു. നോക്കുമ്പോൾ ശരിക്കും അവർ ചൊവ്വയിൽ തന്നെയായിരുന്നു. ചൊവ്വയിലേക്ക് വന്ന ആദ്യത്തെ മനുഷ്യർ ഇവർ 4 പേരുമാണ്. ഇവിടെ അവർ ഒരു കോളനി നിർമ്മിക്കുകയും ജീവിക്കാൻ ആരംഭിക്കുകയും ചെയ്യും. ഇങ്ങനെ കാണിച്ചുകൊണ്ട് മൂവി അവസാനിക്കും എന്ന് വിചാരിക്കുമ്പോൾ മൂവി വേറൊരു ഡൈമെൻഷനിലേക്ക് പോകുന്നു. അവിടെ വ്യത്യസ്തമായ രീതിയിൽ ഒരു ഹോളോഗ്രാം പോലെ കാണിക്കുമ്പോൾ അതിൽ ചൊവ്വയിലുള്ള നമ്മുടെ ക്രൂ മെമ്പേഴ്സിനെയും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും കാണിക്കുന്നു. യെസ്, someone is watching. പെട്ടെന്ന് അവിടെ ഒരു ശബ്ദം പോലെ കേൾക്കാൻ ആരംഭിക്കുന്നു. അതെല്ലാം വേറെ ഡൈമെൻഷനിലുള്ള ഡെവലപ്ഡ് ഏലിയൻസ് ആണ്. അവർ മനുഷ്യരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മനുഷ്യർ നമ്മൾ വിചാരിച്ചതുപോലെയല്ല. വേറെ ഒരു ജീവികളും ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അവരുടെ ഗ്രഹം നശിച്ചു പോയെങ്കിലും ഗ്രേറ്റ് ഫെൽറ്ററും മറികടന്ന് അവർ മറ്റൊരു ഗ്രഹത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. എന്നാൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്നാൽ ഈ മനുഷ്യരിൽപ്പെട്ട ഇവൻ നമ്മളെ കണ്ടുപിടിച്ചിരിക്കുന്നു എന്നതാണ്. ഇംപ്രസീവ് എന്നെല്ലാം ആരെയെക്കുറിച്ച് പറയുകയാണ് ഏലിയൻസ്. ആരെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്? പെട്ടെന്ന് അവർക്ക് നടുവിൽ നിന്നും ഒരു മനുഷ്യരൂപം എഴുന്നേൽക്കുകയാണ്. അത് വേറെ ആരുമല്ല, കേസിയാണ്. സോളാർ ഫ്ലെയറിൽ അവൻ മരിച്ചു പോയിരുന്നില്ല. വേറെ ഒരു ഡൈമെൻഷനിലേക്ക് ഏലിയൻസ് അവനെ കൊണ്ടുവന്നതായിരുന്നു. അവന്റെ മുൻപിൽ കാണുന്ന ഹോളോഗ്രാമിൽ തന്റെ കൂട്ടുകാർ ചൊവ്വയിൽ സേഫായി എത്തിച്ചേർന്നു എന്ന് കാണുന്നതും അവൻ സന്തോഷത്തോടെ ചിരിക്കാൻ ആരംഭിക്കുന്നു. ആ ഏലിയൻസും മനുഷ്യരെ ഇനിയും ഇവോൾവ് ആക്കി നെക്സ്റ്റ് ലെവൽ ഇന്റലിജൻസ് ആക്കി മാറ്റണമെന്ന് പറയുകയാണ്. ഇവിടെ ഈ മൂവി അവസാനിക്കുന്നു. ആക്ച്വലി ഇത് മൂവിയല്ല, 2019 റിലീസായ ദ ട്വിലൈറ്റ് സോൺ എന്ന ആന്തോളജി TV സീരീസിലെ സീസൺ 1 6ാമത്തെ എപ്പിസോഡാണ്. ഓരോ എപ്പിസോഡും ഡിഫറെൻറ്റ് സ്റ്റോറിയാണ് പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഈ സ്റ്റോറി? ഇനിയും ഇതുപോലെയുള്ള മൂവി എക്സ്പ്ലനേഷൻ കാണാനായി എക്സ്പ്ലനേഷൻ ഫയൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ.